നമസ്കാരം. അദാനിക്കെതിരായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ബി.ജെ.പിക്കെതിരെ ആയുധമാക്കി രാഹുൽ ഗാന്ധി. ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഉയർന്ന നിലവാരത്തിലുള്ളതെന്ന് കാണിച്ച് അദാനി കൂടി വിലയ്ക്ക് വിറ്റെന്ന റിപ്പോർട്ടാണ് വിമർശനത്തിനായി ഉന്നയിച്ചത്. ജൂൺ 4 ഇന്ത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ അഴിമതികളെല്ലാം അന്വേഷിക്കുമെന്ന് രാഹുൽ പറഞ്ഞു. ഇന്തോനേഷ്യയിലെ ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി അദാനി തമിഴ്നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനത്തിന് ഉയർന്ന നിലവാരമുള്ളതെന്ന് കാണിച്ച് മറിച്ചു വിറ്റു എന്നാണ് വിദേശ മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൂടെ അദാനിയുടെ കമ്പനി കൊള്ളലാഭമുണ്ടാക്കി. ഇന്ത്യയിൽ വർഷം തോറും 2 ദശലക്ഷം ആളുകൾ വായു മലിനീകരണം കൊണ്ട് മരിക്കുന്നുവെന്ന കണക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട്. ഇതാണ് രാഹുൽ ഗാന്ധി ബി.ജെ.പിക്കെതിരെ ഉന്നയിച്ചത്. പുറത്തു വന്നത് ബി.ജെ.പി സർക്കാരിന്റെ വലിയ തട്ടിപ്പെന്ന് രാഹുൽ ആരോപിച്ചു. യഥാർത്ഥ വിലയുടെ 3 ഇരട്ടി തുക ഈടാക്കി അദാനി ലാഭം കൊയ്തു എന്നും ഈ പണം സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്നും കൂടിയ വൈദ്യുതി ബില്ലാണ് നഷ്ടമാക്കിയതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഈ അഴിമതി അന്വേഷണ ഏജൻസികളിൽ നിന്നും മൂടിവെക്കാൻ എത്ര പണം ലഭിച്ചു എന്ന് മോദി പറയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. അദാനിയിൽ നിന്ന് ടെമ്പോയിൽ കോൺഗ്രസിന് പണം ലഭിച്ചു എന്ന മോദിയുടെ വിമർശനത്തെ പരിഹസിച്ചുകൂടിയായിരുന്നു രാഹുലിന്റെ ചോദ്യം. പൊതുജനങ്ങളിൽ നിന്നും കൊള്ളയടിച്ച പണത്തെക്കുറിച്ച് ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ റിപ്പോർട്ട് വന്നതോടെ അദാനി മോദി ബന്ധം ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് നീക്കം. അതേസമയം ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് അദാനിയുടെ കമ്പനി നിഷേധിച്ചിട്ടുണ്ട്.